നമസ്കാരം. ഓരോ മനുഷ്യനും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന 4 തരം കഷ്ടതകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ആദ്യത്തേത് ഫിസിക്കൽ സഫറിങ് അഥവാ ശാരീരിക കഷ്ടപ്പാടുകളാണ്. അതിൽ രോഗവും വൈകല്യവും വിട്ടുമാറാത്ത ശരീരവേദനയും ചുരുക്കം ചിലരിൽ വിശപ്പും ഒക്കെ കാണപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് ഇമോഷണൽ സഫറിംഗ് ആണ്, വൈകാരിക കഷ്ടതകൾ. അതിൽ ഏകാന്തതയും ദുഃഖവും ഉത്കണ്ഠയും ഭയവും ഒറ്റപ്പെടലും വിഷാദവും സങ്കടവും എല്ലാം വരുന്നു. മൂന്നാമത്തേത് സോഷ്യൽ ആൻഡ് എൻവയറോൺമെൻറ്റൽ സഫറിംഗ്, സാമൂഹികവും പാരിസ്ഥിതികവുമായ ദുരിതങ്ങൾ. സോഷ്യൽ സഫറിങ്ങിൽ ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസങ്ങളും അക്രമവും യുദ്ധവും വിവേചനവും അനീതിയുമൊക്കെ വരുന്നു. എൻവയറോൺമെൻറ്റൽ സഫറിങ്ങിൽ ചുഴലിക്കാറ്റും ഭൂകമ്പവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും മൂലമുണ്ടാകുന്ന കഷ്ടതകൾ ഉൾപ്പെടുന്നു. നാലാമത്തേത് എക്സിസ്റ്റൻഷ്യൽ സഫറിംഗ് ആണ്, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന അർത്ഥശൂന്യത, മീനിങ്ലെസ്നെസ് ആൻഡ് പർപ്പസ്ലെസ്നെസ് എന്ന് പറയും. ഒരു ലക്ഷ്യബോധമില്ലാത്ത അവസ്ഥയും ആത്മീയ പ്രതിസന്ധികളുമൊക്കെ ഇതിൽപ്പെടും. ഭൗതിക ജീവിതത്തിൽ അനുഭവിക്കുന്ന പല പ്രയാസങ്ങൾക്കും നമ്മൾ അതാത് സമയങ്ങളിൽ കൃത്യമായ നടപടികൾ എടുത്തു പോരേണ്ടതുണ്ടെങ്കിലും ഈ പറഞ്ഞ 4 തരം ദുരിതങ്ങളും മാറി മാറി നമ്മുടെ ജീവിതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണ്. ഇത്രയേറെ ശാസ്ത്ര പുരോഗതിയുടെയും കണ്ടുപിടുത്തങ്ങളുടെയും കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന നമ്മൾ ഈ പറഞ്ഞതായ വിഷമങ്ങളിൽ പലപ്പോഴും കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ പലപ്പോഴും തടസ്സപ്പെടുത്താറുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ബന്ധങ്ങളെയും തൊഴിലിനെയും ബിസിനസ്സിനെയും ഗണ്യമായി ബാധിക്കാറുമുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും ബിരുദങ്ങളും പേരും പ്രശസ്തിയും സമൃദ്ധിയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പരിഹാരമല്ല എന്നതിൻ്റെ തെളിവാണ് എല്ലാ തുറകളിലും പെടുന്ന ആളുകൾ ഈ പറഞ്ഞ കഷ്ടതകളിലൂടെ കടന്നു പോകുന്നു എന്ന തിരിച്ചറിവ്. ഇത് പത്രങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരുപക്ഷെ നമ്മളെ മറ്റൊരു രീതിയിൽ ചിന്തിപ്പിക്കാനുള്ള പ്രചോദനമായി കണ്ടുകൂടെ എന്ന് പല തത്വചിന്തകരും ചോദിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ ഗൗതമനും ആദിശങ്കരാചാര്യരും കൺഫ്യൂഷ്യസും ലാവോത്സുവും അതുപോലെ പാശ്ചാത്യ ചിന്തകരായ സോക്രട്ടീസും പ്ലാറ്റോവും അരിസ്റ്റോട്ടിലും റെനെ ഡെസ്കാർട്ടസും എല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അന്വേഷിച്ച് പോന്നത് മനുഷ്യന് കഷ്ടതകളിൽ നിന്നും പുറത്തു കടക്കാൻ എങ്ങനെ കഴിയും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിനുള്ള ഉത്തരം വാസിഷ്ഠമുനി യോഗവാസിഷ്ഠ സാരത്തിൽ പറയുന്നുണ്ട്. നീണ്ടു നിൽക്കുന്ന സംസാര ബന്ധനങ്ങൾക്കുള്ള മഹത്തായ ഏക പ്രതിവിധി ഞാൻ ആരാണ് എന്ന വിചാരമാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ സംസാരം ആരുടേതാണ്? നമ്മൾ അത് അന്വേഷിക്കണം എന്ന് വാസിഷ്ഠമുനി പറയുന്നു. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അന്വേഷിക്കുന്നതിന് പകരം ഇവിടെ വളരെ വിചിത്രമായി നമ്മൾ സ്വയം ആരാണ് എന്ന് അന്വേഷിക്കണം എന്നാണ് വാസിഷ്ഠമുനി പറയുന്നത്. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി തോന്നുക ഞാൻ എന്നാൽ ഈ ശരീരമല്ലേ, അല്ലെങ്കിൽ ഈ മനസ്സല്ലേ എന്നൊക്കെയാണ്. സത്യത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നമ്മൾ ശരീരമാണ് മനസ്സാണ് എന്നെല്ലാം തോന്നുന്നത് എന്ന് അറിവുള്ളവർ പറയുന്നു. ജഗദ്ഗുരു, അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഗുരു അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഗുരു എന്നറിയപ്പെടുന്ന ആദിശങ്കരാചാര്യർ ഇതിനെക്കുറിച്ച് നിർവ്വാണ ഷടകത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ അഹങ്കാരമല്ല, ഞാൻ കണ്ണും കാതും മൂക്കും അടങ്ങുന്ന പഞ്ചേന്ദ്രിയങ്ങളല്ല, ഞാൻ പഞ്ചഭൂതങ്ങളല്ല, അതായത് ഞാൻ ഈ ശരീരമല്ല എന്ന് സാരം. ഇത്രയും കാലം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ ഇതൊക്കെയാണ് എന്നാണല്ലോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്ന ചോദ്യം ഉദിക്കുന്നില്ലേ? ഇതറിയാതെ ഞാൻ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുന്നതിൽ വല്ല കാര്യവുമുണ്ടോ? പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്തുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നറിയണ്ടേ? അതറിയാതെ പ്രശ്നപരിഹാരത്തിന് മുതിർന്നാൽ വീണ്ടും മറ്റൊരു പ്രശ്നം തലപൊക്കാൻ സാധ്യതയില്ലേ? ഇതല്ലേ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള പ്രതിവിധിയായിട്ടാണ് ശ്രീ രമണ മഹർഷി ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതും കൃത്യമായി ഞാൻ ആരാണ് എന്ന അന്വേഷണം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിർദ്ദേശിക്കുന്നതും. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഞാൻ അല്ലാത്ത പലതും ഉണ്ടല്ലോ, അതിനെ ആദ്യം മാറ്റി നിർത്തണം. ഞാൻ ശരീരമാണ് മനസ്സാണ് എന്ന തെറ്റായ ധാരണ പൂർണ്ണമായും തുടച്ചു നീക്കണം. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ആരാണ് എന്ന അന്വേഷണം ആരംഭിക്കണം. ഇതിനുവേണ്ടി ചെറിയൊരു ധ്യാനം നമുക്ക് ഇപ്പോൾ ചെയ്തു നോക്കാം.
സ്വസ്ഥമായി ഇരുന്ന് പതുക്കെ കണ്ണുകൾ അടച്ചു വയ്ക്കുക. ഈ ശരീരം ഞാനല്ല, ഈ മനസ്സ് ഞാനല്ല എന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ എന്ന സത്യം അറിയാനായി ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുപോകുക. ഞാൻ ശരീരമല്ല എന്നത് ഉറപ്പാണ്. കാരണം എനിക്ക് എൻ്റെ ശരീരത്തെ അറിയാൻ കഴിയുന്നുണ്ട്. എനിക്ക് എൻ്റെ കൈയും കാലും തലയും നെഞ്ചും വയറും എല്ലാം അറിയാൻ കഴിയുന്നുണ്ട്. ഈ ശരീരത്തെ അറിയുന്നവനാണ് ഞാൻ. ഞാൻ ശരീരമല്ല. ചിലപ്പോൾ ഞാൻ മനസ്സാണ് എന്ന തോന്നൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിൽ പൊങ്ങി വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക. അതിനുശേഷം ആരാണ് ഈ ചിന്തകളെ അറിയുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഈ ശരീരത്തെ അറിയുന്ന ഒരു ഞാൻ വേറിട്ട് നിൽക്കുന്നത് പോലെ മനസ്സിലെ ചിന്തകളെയും അറിയുന്ന ഒരു വേറിട്ട് നിൽക്കുന്ന ഞാൻ ഇല്ലേ? അതാരാണ് എന്നന്വേഷിക്കുക. ഹൂ am I? അതായത് ഞാൻ ആര് എന്ന അന്വേഷണമാണ് വേണ്ടത്. ഈ ചോദ്യം മനസ്സിൽ ചോദിക്കുകയല്ല വേണ്ടത്. ഇവിടെ അന്വേഷണമാണ് വേണ്ടത്. ഇതിന് എൻക്വയറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നു. ശ്രദ്ധയോടെ ഇതറിയാൻ ശ്രമിക്കുക. ഈ അന്വേഷണത്തിലൂടെ നമ്മൾ ഒരു ഉത്തരമല്ല തേടുന്നത്. പകരം ഞാൻ ആര് എന്ന അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. ശരീരത്തെയും മനസ്സിനെയും തള്ളിയ ശേഷം അവശേഷിക്കുന്നതെന്തോ അതാരായിരിക്കും? അവിടേക്ക് ശ്രദ്ധ കൊണ്ടുപോവുക. മനസ്സിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നവൻ ആര് എന്ന് വീണ്ടും അന്വേഷിക്കുക. ശ്രദ്ധ തന്നിലേക്ക് തന്നെ തിരിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ എന്ന പരമമായ സത്തയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഞാൻ ആര് എന്ന് സൂക്ഷ്മമായി അന്വേഷിക്കുക. ചിന്തകൾ ഉദിക്കുന്നത് ആരിലാണ്?
പുറമെയുള്ള കാഴ്ച വസ്തുക്കൾ കാണുന്നത് ആരാണ്? ശബ്ദം കേൾക്കുന്നത് ആരാണ്? ഈ അന്വേഷണം ഒരു ശൂന്യമായ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതറിയുന്നതാര്? ഇതന്വേഷിക്കുക. അല്പം സമയം അവിടെ തന്നെ സ്ഥാനം ഉറപ്പിച്ചു വയ്ക്കുക. ഇനി താങ്കൾക്ക് പതുക്കെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. വെൽക്കം ബാക്ക്. മെഡിറ്റേഷൻ അത്യാവശ്യം നന്നായി ചെയ്യാൻ കഴിഞ്ഞുവോ? വിവരം കമൻറ്റിൽ എഴുതി അറിയിക്കുക. ഈ സത്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ശ്രീ രമണ മഹർഷിയുടെ ടീച്ചിങ്സുമായി ബന്ധപ്പെട്ട് സൗജന്യമായ ഓൺലൈൻ ക്ലാസുകൾ കുറച്ചു കാലമായി നടന്നു വരുന്നുണ്ട്. താങ്കൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.